എത്തുന്നില്ല. 10 ചെറുപ്പക്കാരൊന്നും ഒത്തുചേർന്നാൽ മറ്റു പല വഴികളെ സംബന്ധിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെ എന്താ പറയുന്നത് എന്നാൽ കുറച്ച് പേരുണ്ട് ആ നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ പഴയകാല പ്രവർത്തനത്തിൽ നിന്ന് വലിയ മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് പുസ്തകം തേടി വായനക്കാർ അങ്ങോട്ട് പോയിരുന്നുവെങ്കിൽ, പുസ്തകശാലകളിലേക്ക് ലൈബ്രറികളിലേക്ക് പോയിരുന്നുവെങ്കിൽ ഇന്നതിന് കുറവ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ വായന മരിക്കുന്നില്ല. പുസ്തകം കയ്യിൽ കിട്ടിയാൽ എല്ലാവരും വായിക്കും. അപ്പോൾ അതിനുവേണ്ടി ലൈബ്രറി കൗൺസിൽ ഇത്തവണ വായനാ വസന്തം എന്ന പേരിൽ ഒരു പുതിയ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ആ പരിപാടി A ഗ്രേഡ്, A+ ഗ്രേഡ്, B ഗ്രേഡ് ഈ 3 ഗ്രേഡിൽപ്പെടുന്ന വായനശാലകളിൽ ആ വായനശാലകളുടെ പരിധിയിൽപ്പെടുന്ന 100 വീടുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആ 100 വീട്ടിലേക്ക് പുസ്തകം അങ്ങോട്ട് എത്തിച്ചു കൊടുക്കും. പുസ്തകം വായനക്കാരുടെ അടുത്തേക്ക് വരികയാണ്. ഏത് പുസ്തകത്തിനായാലും പാകമുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം ആ വിജയിൽ നൽകുന്നത്. ആദ്യം അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം പുസ്തകത്തിൽ എന്തൊക്കെയുണ്ട്. ഇനി ഞാൻ പറഞ്ഞത് പുസ്തകത്തിൽ എന്തൊക്കെയുണ്ട്. ആദ്യം പറയുന്നു പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട്. ആദ്യത്തെ കാര്യമാണ് വിസ്മയമുണ്ട്. എന്നിട്ട് അദ്ദേഹം വിവരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരനായ നമ്മളെ പോലെയുള്ള ഒരാൾ കത്തിയെരിയുന്ന റോക്കറ്റിൽ കയറിയിട്ട് ചന്ദ്രമണ്ഡലത്തിൽ ചെന്ന് ഇറങ്ങുന്നു. എന്നിട്ട് അവിടെ ഓടിച്ചാടി കളിക്കുന്നു. ചന്ദ്രനിലെ പാറ പെറുക്കിയെടുക്കുന്നു. എന്നിട്ട് തിരിച്ച് ആ റോക്കറ്റിൽ തന്നെ സമുദ്രത്തിൽ കൊണ്ട് ഇറങ്ങുന്നു. ഇതൊക്കെ നമ്മുടെ TV-യിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ അനേകം വിസ്മയങ്ങളുടെ ലോകം നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടുന്നത് പുസ്തക വായനയിലൂടെയാണ്. ഞാനത് ഓർത്താണ്. ഞാൻ പിന്നെ യൗവനകാലത്ത് വായിച്ച H.G. വെൽസിന്റെ നോവലുകളെ കുറിച്ച് ഞാൻ നോക്കുകയാണ്. H.G. വെൽസിന്റെ സയന്റിഫിക് ഫിക്ഷൻസ് ഉണ്ട്. ആ സയന്റിഫിക് ഫിക്ഷൻസിലൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിൽക്കാലത്ത് യാഥാർത്ഥ്യങ്ങളായി മാറിയ വിസ്മയങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പം പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ വിസ്മയങ്ങളുടെ ലോകത്തിലേക്ക് പോകുന്നു എന്നത് അന്നും ശരിയാണ്, ഇന്നും ശരിയാണ്, എന്നും ശരിയാണ്. വലിയ പങ്കുണ്ട്. അതിലേറ്റവും വലിയ പങ്ക് വഹിച്ചത് ഗ്രന്ഥശാല പ്രസ്ഥാനം, ഇപ്പോഴത്തെ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലാണ്. P.N. പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായന ദിനമായിട്ട് ആചരിക്കുന്നത്. P.N. പണിക്കർ കേരളം മുഴുവൻ നടന്ന് ഗ്രന്ഥശാലകൾ ഉണ്ടാക്കിയ ഒരാളാണ്. പണിക്കർ സാറിൻ്റെ കൂടെ ഞാൻ ഒരു അക്ഷര കലാജാഥയിൽ യാത്ര ചെയ്തു. തുഞ്ചൻപറമ്പിൽ നിന്ന് അക്ഷരജാഥ മലപ്പുറം ജില്ല മുഴുവൻ അദ്ദേഹത്തോടൊപ്പം കാൽനടയായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. അദ്ദേഹം വയോജന വിദ്യാഭ്യാസത്തിൻ്റെയും അനൗപചാരിക വിദ്യാഭ്യാസത്തിൻ്റെയും കാൻഫഡിൻ്റെയും ഒക്കെ പ്രവർത്തകനായിരുന്ന കാലത്ത് അദ്ദേഹത്തോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പണിക്കർ സാർ ഗാന്ധിയുടെ ഒരു പ്രതിരൂപമായിരുന്നു. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും അറിവിന് വേണ്ടിയുള്ള ത്യാഗത്തിൻ്റെയും പ്രതിരൂപമായിരുന്നു. 1946 തിരുവിതാംകൂറിൽ ഗ്രന്ഥശാല സംഘം തുടങ്ങിയത്. അതിനു മുമ്പ് 1926 സനാതനധർമ്മ ഗ്രന്ഥശാല അദ്ദേഹം അമ്പലപ്പുഴയിൽ സ്ഥാപിച്ചു. എന്നാൽ കേരളത്തിൽ മലബാറിൽ കെ ദാമോദരന്റെ നേതൃത്വത്തിൽ 1936 തന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചിട്ടുണ്ട്. മാവത കൈതവവാദം ധാമനുസര സരസീരുഹലോചന യാതവ ഹരതി വിഷാദം യാഹി മാധവ യാഹി കേശവ മാവത കൈതവവാദം ധാമനുസര സരസീരുഹലോചന യാതവ ഹരതി വിഷാദം. കാലം മുതൽ ഞാൻ വായനശാലയ്ക്കകത്ത് P.N. പണിക്കർ മാത്രമല്ല, വായനശാലകളെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി കേരളത്തിൽ ശ്രമിച്ചത് P.T. ഭാസ്കർ പണിക്കർ ഉൾപ്പെടെ എത്രയോ പേർ പിന്നെ എല്ലാ നാട്ടിൻപുറത്തുമുണ്ട് ആ വായനശാല കെട്ടിപ്പടുക്കും. അങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന വായനശാലകൾ നിശ്ചലമായി പോയൊരു കാലം ഉണ്ടായിട്ടുണ്ട്. ഗ്രന്ഥശാല കൗൺസിൽ പിരിച്ചുവിട്ട് അങ്ങനെ എനിക്ക് സംഭവിച്ചൊരു കാലമുണ്ട്. ആ കാലത്തിന് ശേഷം വായനശാലകൾ വലിയ തോതിൽ പിന്നെ കെട്ടിപ്പടുക്കപ്പെടുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ കേരളത്തിൽ.
നമ്മൾ ഓരോരുത്തർക്കും ലൈബ്രറിക്ക് വേണ്ടി ലൈബ്രറി സെസ് അടയ്ക്കുന്നവരാണ് മലയാളികൾ. അങ്ങനെ ഒരു ജനത ലോകത്തിൽ വേറെ ഉണ്ടാവുമോ എന്ന് സംശയമാണ്. ഈ വായനശാലകളെല്ലാം തന്നെ വളരെ മികച്ച തോതിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്ട് 9000-ലേറെ വായനശാലകൾ പ്രതിമാസം. ഒരു വായനശാലക്കകത്ത് ചെറുപ്പക്കാർക്ക്, കുട്ടികൾക്ക്, വനിതകൾക്കെല്ലാം വ്യത്യസ്തമായ പ്രവർത്തന സംവിധാനം ഉണ്ടാക്കി മികച്ച പ്രവർത്തനങ്ങൾ വായനശാലകൾ ചെയ്യുന്നുണ്ട്. സാഹിത്യാധിഷ്ഠിതമായ പരിപാടികൾ മാസത്തിൽ ഒരിക്കൽ നടത്തുന്ന പരിപാടികൾ നടക്കുന്നു. അപ്പം ഇങ്ങനെ വായനയ്ക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ടാണ് വായനശാല പ്രസ്ഥാനം നിൽക്കുന്നത്.